ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെഴുക്ക് പുരട്ടിക്കായി എടുത്ത സാധനങ്ങൾ നോക്കാം. പിന്നെ 200 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. അത് ഇതാ, ആ വലിയ പയറില്ലേ, നമ്മുടെ വള്ളിപ്പയർ എന്നൊക്കെ പറയുന്ന പയർ, ചില സ്ഥലത്ത് അച്ചിങ്ങ പയർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ രീതിക്കാണ് മുറിച്ചെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് 200 ഗ്രാം ഉണ്ട് മുറിച്ചെടുത്ത പയർ. അപ്പോൾ ചെമ്മീൻ, കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ, അതൊരു 100-150 ഗ്രാം ചെമ്മീനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് സാധനങ്ങൾ നോക്കാം. അപ്പോൾ അതിനായി എടുത്ത മറ്റ് സാധനങ്ങൾ, പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി, അപ്പോൾ അത് ഞാൻ ഈ രീതിക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-20 ചെറിയ ഉള്ളി, അതും ഞാൻ ചെറിയ രീതിക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, 10-15 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചതച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഉപ്പ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെമ്മീനും പയറും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഞാൻ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെമ്മീനും ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര പോലെ ചേർത്തത്. അപ്പോൾ നമുക്ക് അതിന് കണക്കായ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് കണക്കായ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് ഇതിനൊക്കെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ മഗ്ഗിന് 1/2 മഗ്ഗ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഏറ്റവും ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ പയറും ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളമുണ്ട്, ഒരു ഏകദേശം ഈ സ്പൂണിന് കണക്കായൊരു വെള്ളം അതിലുണ്ട്. അപ്പോൾ അത് തികച്ചും വറ്റിച്ചെടുക്കണ്ട. നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ഇങ്ങനെ പറ്റ് ഗ്രേവി എന്നൊക്കെ പറയലില്ലേ, അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയാണ് ആ വെള്ളം അതിൽ വെച്ചത്. അപ്പോൾ നമ്മൾക്കിത് ഇന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 2-3 കല്ല് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഇത് 3 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കിനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറാക്കി എടുക്കണ്ട, എന്നാലും ചെറുതായി ഒന്ന് ബ്രൗൺ നിറാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം അതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചുവന്നമുളക് പൊടി, ഇത് 3 അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമ്മൾക്ക്
ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ച പയറും ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ മസാല ചേർത്തതിന് ശേഷം, മസാല റെഡി ആയതിന് ശേഷം പിന്നെ വേവിച്ച് വെച്ച ചെമ്മീനും പയറും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവും പിന്നെ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് 1 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിരുന്നു. കണ്ടില്ലേ, അതിൽ ഒരുപാട് ജലാംശം ഇച്ചിരി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. എന്നാലും കണ്ടോ, ഇതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, എങ്കിൽ കൂടി ഇങ്ങനെ പറ്റ് ഗ്രേവിയോടെ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പയറും ചെമ്മീനും കൂടിയുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.